നമ്മൾ എവിടെ പോവാണ് എല്ലാരും ബി എക്സാമിന് പോവാണ്. ട്രെയിനിലാണ്. എന്തോ ഭാഗത്ത് ട്രെയിൻ മറ്റേ ഏതായിരുന്നു സിനിമ എനിക്ക് ഓർമ്മയില്ല. സിനിമ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഷാരൂഖ് ഖാൻ ഇവിടെ കജോളായിരുന്നു. ഓടി വന്നപ്പോ ട്രെയിനിൽ വലിച്ചു കയറ്റുമായിരുന്നു ചെയ്തത്. ഓടി വന്ന ട്രെയിനിൽ വലിഞ്ഞേറി വന്ന ട്രെയിനിൽ ഞാൻ കൈ പിടിച്ച് കയറ്റുമൊക്കെയായിരുന്നു. വണ്ടി എന്തായാലും മൂവ് ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ ഡിഫറൻസ് ഉള്ളായിരുന്നു. അപ്പൊ നമ്മൾ ഫുൾ വീഡിയോ നമ്മൾ എടുത്തായിരുന്നു. ഇപ്പൊ സമയം 6:52 സമയം. ഞങ്ങള് എന്തുവാ നമ്മള് ലേറ്റ് ആണ്. 6:30 ഫാളിൻ. നമ്മള് ലേറ്റ് ആണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഒക്കെ വീട് ഭയങ്കര ദൂരെയാണ്. അപ്പൊ 6:30 എത്തുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പൊ നമ്മൾ ഫുള്ള് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. നമ്മൾ പോകുന്ന വിശേഷങ്ങളെല്ലാം വഴിയെ നിങ്ങൾക്ക് ഫുള്ള് കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും ഒരുമിച്ചുള്ള എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കുക എന്റർടൈൻമെന്റും കാണും. ഞങ്ങൾക്ക് ഇന്ന് എക്സാമിന് ചോദിക്കുന്നതിന്റെ പ്രാക്ടിക്കൽ പറഞ്ഞു തരികയാണ് അഭി. ഇപ്പോൾ ട്രെയിൻ മൂവ് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഫുൾ ഓൺ സെറ്റാണ്. എല്ലാവരും ഫുൾ ഓൺ ജോഷ് അല്ലേ? ഗൈസ്, അപ്പോൾ നമ്മൾ ശാസ്താംകോട്ട വന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എണ്ണ എടുത്ത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് കോളേജിലോട്ട് പോവാണ്. DB കോളേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓട്ടോ പിടിക്കണം. അപ്പോൾ പോവാം. നമ്മൾ അഭി വരും കാണാം. നമ്മളപ്പം ഇവിടെ ഓട്ടോ പിടിക്കാൻ പോകണം. 8 പേരുണ്ട്. 8 പേരെയും കൂടെ ഓട്ടോയിൽ കയറ്റുമോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ 2 ഓട്ടോയിൽ പോകേണ്ടി വരും. എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മളങ്ങ് എത്തണം. എൻ്റെ കുട്ടിയില്ലേ. അപ്പം നമ്മൾ ഓട്ടോയിൽ കയറി അവിടുന്ന് വിളി വന്നു. അപ്പം ഇവിടെ ഇപ്പം പെട്ടെന്ന് എത്തും. ഞങ്ങൾ 4 പേരും ബാക്കി 4 പേര് വേറെ ഓട്ടോയിലാണ്. അപ്പം ഇനി ചിലപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിഷ്വൽസൊന്നും കാണത്തില്ല. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ ബാക്കി വിഷ്വൽസ് ഉള്ളപ്പോൾ ഇറങ്ങുമ്പോൾ ഫുള്ള് വിവരവും ഡീറ്റെയിൽ എല്ലാം പറയുന്നത്. എല്ലാവരും എത്തി. ഞങ്ങളെല്ലാവരും എത്തി. സോ നമ്മൾ പോവാണ്. പെട്ടെന്ന് എത്തട്ടെ. അപ്പം നമ്മുടെ ബി എക്സാം ഒക്കെ കഴിഞ്ഞു. ഫയറിങ്, JDFS, മാപ്പ് റീഡിങ്, ഡ്രിൽ ടെസ്റ്റ്. നമ്മുടെ മിസ്സിൻ്റെ വീട്ടിലോട്ട് പോകണം. നമുക്ക് അവിടെയാണ് സ്റ്റേ. കാരണം നാളെ നമുക്ക് റിട്ടേൺ എക്സാം ഉണ്ട്. അപ്പം അതിന് തിരിച്ച് വരണം. അപ്പം നമ്മൾ ഇവിടുന്ന് എല്ലാവരും ഇപ്പോൾ റെസ്റ്റ് ചെയ്യാണ്. ഇരുന്ന് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഇറങ്ങും. അതെ ഗൈസ്, ഇവൻ എൻ്റെ വ്ലോഗൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് പറഞ്ഞതാണ് ചെറുക്കൻ. ഇവൻ പറയുന്നത് ഇവൻ വഴി വന്ന ഫാനാന്നൊക്കെ. ബട്ട് അങ്ങനെയൊന്നുമല്ല. ഈ ചെറുക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു വ്ലോഗൊക്കെ കാണാറുണ്ടെന്ന്. സോ ഇതുപോലെ എല്ലാവരും എൻ്റെ വ്ലോഗൊക്കെ കാണുക. കീപ് സപ്പോർട്ടിങ്. ആരെയും നമ്മൾ അറിഞ്ഞു. എന്തും അതില്ലേ നമ്മൾ അറിഞ്ഞത് പറയൂ. വന്ന കോളേജിനെക്കാട്ടുള്ള ടൈമിൽ നമ്മൾ TKM കോളേജ് ഏറ്റെടുത്തിരിക്കുന്നു. യെസ്, നമുക്ക് ഓവറോൾ നമ്മൾ TKM കോളേജിനാണ് എന്തൊക്കെ നല്ല അഭിപ്രായം കിട്ടിയിരിക്കുന്നത്. ഇത് ഏതാ സ്ഥലം? മുളങ്കാട്. ഏതോ ഒരു മുളങ്കാട്. ബട്ട് നല്ല സ്ഥലം. ഇതിൽ താഴെ ഇറങ്ങിപ്പോയ ശാസ്താംകോട്ട കായലാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയത്. എനിക്ക് വളരെ ദയനീയമായ ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളിവിടെ ബി എക്സാമിന് ഞങ്ങൾക്ക് കുറച്ച് പേരൊക്കെ ആയിട്ട് വന്നതാണ് എക്സാം എഴുതാനായിട്ട്. ബട്ട് ഇവിടുത്തെ ഭയങ്കര ദയനീയാവസ്ഥ. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ? കാരണം ഞങ്ങൾ രാവിലെ വന്ന് ശാസ്താംകോട്ട എവിടെ ഇറങ്ങിയത്? റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഈ DB കോളേജ് വരെ അവർ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ ആ പാടെ 8 പേരുണ്ട് ഉള്ളായിരുന്നു. മറ്റേ ഒരു വലിയ ഓട്ടോ ആണ്. വെള്ളിമുങ്ങ ടൈപ്പ് അതങ്ങനെ പറയാം. ആ ഓട്ടോയാണ്. ആ ഓട്ടോയ്ക്ക് ഞങ്ങളെ സുഖമായിട്ട് അവർക്ക് കയറ്റിക്കൊണ്ട് വരാം. ബട്ട് അവർ ഇങ്ങോട്ട് പറഞ്ഞ് ഇത്രയും പേരെ കയറ്റാൻ പറ്റത്തില്ല, 4 പേരെ പറ്റത്തുള്ളൂ. എന്നിട്ട് ഒരു ഓട്ടോ ഞങ്ങളെ കൊണ്ട് 150 രൂപ വാങ്ങിച്ചു. 180 രൂപ വാങ്ങിച്ചു. എന്നിട്ട് അത് ഭയങ്കര നഷ്ടമാണ് ഞങ്ങൾക്ക്. ആകെപ്പാടെ 1 കിലോമീറ്റർ എന്തോ ഉള്ളൂ അവിടെ ഇവിടം വരെ. 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. 1 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നില്ല. അത് മാത്രമല്ല വേറൊരു കാര്യം, ഇവിടുത്തെ ഓട്ടോക്കാർ ശരിയല്ല. ഓട്ടോ ഇപ്പൊ അങ്ങോട്ട് തിരിച്ചൊരു വലിയ ഓട്ടോ പോയി. ഞങ്ങൾ അത് നമ്മളെ കൊണ്ട് പോകാവുന്നുള്ളൂ തിരിച്ചു പോകുമ്പോൾ. അല്ല വേറെ നമ്മുടെ ഒരു ഇതിലുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നെങ്കിലും പറയുന്ന ആൾക്കാരുണ്ട്. അതെ, അഡ്ജസ്റ്റ് ചെയ്ത് കയറിക്കോ മക്കളെ എന്നൊക്കെ പറഞ്ഞ് കയറുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഓട്ടോക്കാർ ആറ്റിറ്റ്യൂഡ് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ഒരു വലിയ ഓട്ടോ തിരിച്ചു പോയി. കാലി ഓട്ടോയായിരുന്നു. ഞങ്ങൾ കൈ കാണിച്ചു. ബട്ട് അവർ ഇത്രയും പേരെയും കൂടെ കയറ്റത്തില്ലെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. ഇത്രയും പേരോട് എങ്ങനെ കയറ്റിക്കൊണ്ട് പോകാനെന്ന് പറഞ്ഞാൽ അവർ കയറ്റാൻ വേണ്ടി ഞങ്ങൾ ആ പടം 5 പേരേ ഉള്ളൂ. ആ 5 പേർക്ക് ആ ഓട്ടോയിൽ സുഖമായിട്ട് ഇരുന്ന് പോകും. ബട്ട് അവർ ഞങ്ങളെ കയറ്റിയില്ല. എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. അബദ്ധം പറ്റി. ഇത്ര നേരം ഞാൻ കുറേ ഷൂട്ട് ചെയ്ത് പെട്ടത് വീഡിയോ ഉണ്ടാക്കാതാണ്. അതുകൊണ്ട് ഞാൻ വന്ന വഴിയൊന്നും കിട്ടിയില്ല. ബട്ട് തിരിച്ച് വ്യൂ കാണിച്ചു തരാം. ഞങ്ങളുടെ ഇതാണ് വ്യൂ. ശാസ്താംകോട്ട കായൽ. ഐ തിങ്ക് സോ. ശാസ്താംകോട്ട കായൽ തന്നെയല്ലേ ഇത്? അവസാനം ആരെങ്കിലൊക്കെ വന്ന് കമന്റ് ചെയ്യില്ലേ? പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞോണ്ടാ ബൂട്ടി ഇവിടെ അഴിച്ചിട്ടിട്ടുണ്ടോ പോയി കാലിടാൻ പോയിരിക്കുന്നു. ചൂടുണ്ടോടി? തണുപ്പാണോ ചൂടാണോ? പക്ഷേ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ അധികം നേരം ഇവിടെ ഇരിക്കത്തില്ല. നമ്മളിപ്പോൾ ഉടനെ തന്നെ പോകും. ഇതാണ് ശാസ്താംകോട്ട കായൽ. ഞങ്ങൾ ഇവിടെ പിന്നെ സ്പാ ഏത് മീനാന്ന് ആർക്കറിയാം. എന്നിട്ട് ഇവിടെ ഒരു കാലിലെന്തോ കടിച്ചു.
കാലി കടിച്ചല്ലോ മീൻ ഒന്ന് അവരുടെ തിരിഞ്ഞ് ഇവിടെ ഒരുത്തി കാലിട്ട് നിന്നതാണ് അടിമുടി നനഞ്ഞിട്ടുണ്ട്. ഇതെന്ത് സ്റ്റെപ്പാ, ഇത് കയറണമെങ്കിൽ തന്നെ സമയം കായൽ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടവ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി റിയലി അമേസിങ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ ശാസ്താംകോട്ട കായൽ ഫുള്ള് കണ്ട് സെറ്റല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. എന്നിട്ട് നാളെ ഞങ്ങൾക്ക് ഉച്ചവരെയുള്ള എക്സാം. അപ്പം ഉച്ച കഴിഞ്ഞ് ഫുള്ള് ചില്ല് ചെയ്യും. അപ്പം ഞങ്ങളോട് ചിലപ്പം അവന്മാരെയും കാണുമായിരിക്കും. മേ ബി പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഞങ്ങൾ ഇത്രയും പേരും കാണും. അപ്പോൾ നമ്മളിവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ ഒരു ഫുൾ വ്ലോഗ് വരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് നല്ല കിട്ടില്ല ഒരു സ്പോട്ടാണ്. ഇവിടുന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും DP കോളേജിൽ വന്നിട്ടില്ലാത്തവർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് എന്തായാലും അറിയായിരിക്കും. ഇതുവരെ വന്നിട്ടില്ലാത്തവർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് പോയി കാണണം. നല്ല കിള്ളം കിള്ളം ഞാനിത് കായലെന്നാണ് പറഞ്ഞത്. ഇവർ പറയുന്നത് കടവാണ്. കടവാണോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അറിയാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് പകുതി ഹാഫ് ടൈം ആണ്. ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്താ സീസൺ 30 ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടോണ്ടിരിക്കുന്നു. ഇവള് പറയുന്ന കൊരങ്ങനൊക്കെ ഇറങ്ങാൻ സീസൺ ഉണ്ടെന്നാണ് നിങ്ങൾ പറയുക. ഇവള് പറയുന്ന കൊരങ്ങൻ ഇറങ്ങാൻ സീസൺ ഉണ്ട്. സോറി, ഇവള് പറഞ്ഞ കൊരങ്ങൻ ഇറങ്ങാൻ സീസൺ ഉണ്ട്. സീസൺ അനുസരിച്ച് കൊരങ്ങൻ ഇറങ്ങത്തുള്ളൂ. പക്ഷെ ഇവള് പറഞ്ഞ സീസൺ തെറ്റി കൊരങ്ങളൊക്കെ അതിലൊന്നിത് ചില കൊരങ്ങന്മാരൊക്കെ ഉള്ളു സീസൺ തെറ്റി ഇറങ്ങാം. അതായത് എന്നെ പോലെ അവള് തന്നെ കാണിച്ചു. എന്നെ പോലെ കണ്ട സാധനമാണിത്. അതെ പലരും കാണാം. ഇതൊക്കെ എന്തുവന്നോ വല്ലതില്ല. അതോ വ്ളോഗർ ജിംനേഷ്യ വേറൊരു സൈക്കിൾ പോലത്തെ ചെറിയ ചവിട്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ അവിടുന്ന് ഓട്ടോ ഒക്കെ പിടിച്ച് എല്ലാവരും കൂടെ ഫ്രണ്ടിലൊരാളെക്കൊണ്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഏനോ മിസ്സിൻ്റെ വീട്ടിലോട്ടാണ്. കാരണം 2 ദിവസത്തെ എക്സാം ആയതുകൊണ്ട് എനിക്കൊക്കെ നല്ല ദൂരമുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി. എന്താ പേര്? അഗസ്ത്യ എന്ന ആദ്യം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. ഞങ്ങളിവിടെ ഫുള്ള് സ്റ്റേ ആയിട്ട് എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഫ്രഷ് ആവാനൊക്കെ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യണം. നാളെ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരും അല്ലേ? പാർട്ട് 2 ആയിട്ട് വരും. അപ്പോൾ ഇഷ്ടപ്പെട്ട ഞാനും ഒരു യൂട്യൂബറാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ പ്രൊമോഷൻ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.